നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ് ഹിസ്റ്ററി. ഒരു പഠന വിഷയം എന്നുള്ള നിലയിൽ ചരിത്രത്തിൻ്റെ പ്രസക്തി എന്താണ്? ചരിത്രം പഠിക്കുന്നതിലൂടെ നാം എന്ത് നേടുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, മറ്റ് ഇതര വിഷയങ്ങളെപ്പോലെ തന്നെ ചരിത്രവും വളരെ പഴക്കമുള്ള ഒരു പഠന വിഷയം തന്നെയാണ്. ഗ്രീസിലാണ് ആദ്യമായി ചരിത്ര രചനയും ആരംഭിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. പുരാതന ഗ്രീസിൽ ഹെറഡോട്ടസിൻ്റെയും തൂസൈഡ്സിൻ്റെയും നേതൃത്വത്തിൽ ലക്ഷണമൊത്ത ചരിത്ര രചന നടന്നിരുന്നു എന്നാണ് നാം കരുതുന്നത്. ഗ്രീസിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഗ്രീക്ക് വാക്കായ ഹിസ്റ്റോറിയയിൽ നിന്നുമാണ് ഹിസ്റ്ററി എന്ന വാക്ക് ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത്. ഹിസ്റ്റോറിയയുടെ അർത്ഥം അന്വേഷണം, ഗവേഷണം എന്നൊക്കെയാണ്. ഗവേഷണവും അന്വേഷണവും അറിയുന്നതിൽ നിന്നും അറിയാത്തതിലേക്കുള്ള യാത്ര തന്നെയാണ്. നമ്മുടെ മുന്നിൽ ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നാം ആ വിഷയത്തിൽ മേൽ നടത്തുന്ന ആധികാരികമായിട്ടുള്ള അന്വേഷണത്തെയാണ് ഗവേഷണം എന്ന് അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചരിത്രം പരിപൂർണമായും ഒരു ഗവേഷണം തന്നെയാണ്. കൂടാതെ ഹിസ്റ്ററി എന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഭൂതകാല സംഭവങ്ങളുടെ ഒരു സംക്ഷിപ്ത വിവരണം എന്നുള്ള നിലയിലാണ് ചരിത്രകാരന്മാർ നിർവഹിച്ചിട്ടുള്ളത്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ് ഓഫ് ദി പാസ്റ്റ്. ചരിത്രം ഭൂതകാല സംഭവങ്ങളുടെ ഒരു അവതരണമാണ്. അത് പുരാതന കാലം മുതൽ ശാസ്ത്രീയമൊന്നുമായിരുന്നില്ല. വസ്തുനിഷ്ഠാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലോ ശാസ്ത്രീയമായ തെളിവുകളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലോ ആയിരുന്നില്ല ചരിത്രം നിർമ്മിച്ചിരുന്നത്. കേവലം കേട്ടുകേൾവികളുടെയും തങ്ങളുടെ പരിമിതമായ കണ്ടറിവുകളുടെയും അടിസ്ഥാനത്തിൽ ചരിത്രം എഴുതിയിരുന്ന കാലമാണ് ഗ്രീസിൽ അല്ലെങ്കിൽ പുരാതന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് വരുമ്പോൾ ചരിത്രം എന്ന് പറയുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകൾ മാത്രമല്ല, ആ തെളിവുകളുടെ ശാസ്ത്രീയമായ പരിശോധനകളുടെയും അത്തരം പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന വളരെ കാച്ചിക്കുറുക്കിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും ചരിത്രത്തെ പുനർനിർമ്മിക്കുവാൻ, റീകൺസ്ട്രക്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നതാണ് ആധുനിക കാലത്തെ ചരിത്ര രചനയും ചരിത്ര രചനാ സമ്പ്രദായവും. ചരിത്രം എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഭൂതകാലത്തിൻ്റെ കേവലമായ അവതരണമായിട്ടാണ് ആദ്യകാലത്ത് കണ്ടിരുന്നത്. ഒട്ടേറെ നിർവചനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഞാൻ എല്ലാ നിർവചനങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ചില പ്രധാനപ്പെട്ട നിർവചനങ്ങൾ പറഞ്ഞു പോകാതിരിക്കാനും കഴിയില്ല. BC 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഡൈനീഷ്യസ് ഓഫ് ഹാലിക്കാനസ് ചരിത്രത്തെ സംബന്ധിച്ച് പറയുന്നത്, പ്രിൻസിപ്പിൾസ് ടീച്ചിങ് ബൈ എക്സാമ്പിൾസ്, ഉദാഹരണങ്ങളിലൂടെ നിരൂപിച്ചെടുക്കുന്ന ജ്ഞാനശാസ്ത്രമാണ് ചരിത്രം എന്നുള്ളതാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് സമകാലീന കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ചരിത്ര നിർവചനങ്ങളിൽ ഒട്ടേറെ വ്യത്യസ്തമായ നിർവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള നിർവചനങ്ങളുണ്ട്, നെഗറ്റീവായിട്ടുള്ള നിർവചനങ്ങളുണ്ട്. കാരണം ഇത് കൈകാര്യം ചെയ്യുന്നത് മനുഷ്യനായതുകൊണ്ട് തന്നെ
മനുഷ്യസഹജമായ വ്യതിയാനങ്ങൾ നിർവചനങ്ങളുടെ കാര്യത്തിലുമുണ്ട്. ഒപ്പം ചരിത്രം ഒരു നിശ്ചലാവസ്ഥയിലല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുരാതന കാലഘട്ടം മുതൽ സമകാലീന കാലഘട്ടം വരെയുള്ള ചരിത്രം മാറ്റങ്ങളുടെ ചരിത്രം കൂടിയാണ്. ചരിത്രം എപ്പോഴും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കാലഘട്ടങ്ങളിലെല്ലാം മനുഷ്യൻ തങ്ങളുടെ താല്പര്യങ്ങൾക്കും തങ്ങളുടെ അനുഭവങ്ങൾക്കും അനുസരിച്ച് ചരിത്രത്തെ വ്യാഖ്യാനിക്കുകയും പുനർവ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രസക്തമായ കാര്യം, ഓരോ കാലഘട്ടത്തിലും ചരിത്രം പുതിയ പുതിയ തെളിവുകൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ചരിത്ര രീതിശാസ്ത്രത്തിലും ചരിത്ര രചനാരംഗത്തും ഇന്നലെ നാം കണ്ടെത്തിയ ഒരു തെളിവ് നാളെ കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും നമുക്ക് തള്ളിപ്പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഒരു കാലഘട്ടം വരെ BC 1000 ആണ്ടോടുകൂടിയാണ് ഇന്ത്യയിൽ ഒരു ചരിത്രവും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ആവാസ വ്യവസ്ഥയും ഉടലെടുത്ത് എന്നാണ് നാം ഒരു കാലഘട്ടം വരെ, പ്രത്യേകിച്ചും 1922-23 വരെയെങ്കിലും വിശ്വസിച്ചിട്ടുണ്ട്. BC 1000 ആണ്ടിൽ ഇവിടെ ആര്യന്മാരുടെ വരവുണ്ടായി. പക്ഷേ അതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് BC 2500 തന്നെ ഇന്ത്യയിൽ മഹത്തായൊരു സംസ്കാരമുണ്ടെന്ന് പിന്നീടാണ് നാം കണ്ടെത്തുന്നത്. 1922 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്ന ഉത്ഖനനങ്ങളുടെയും ഖനനങ്ങളുടെയൊക്കെ ഭാഗമായി മഹത്തായ ഇൻഡസ് വാലി സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് നാം തിരിച്ചറിയുമ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന ചരിത്ര സങ്കല്പത്തെ, ചരിത്ര വിജ്ഞാനത്തെ അത് പാടെ മാറ്റിമറിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നലെ വരെ സംഭവിച്ചതെല്ലാം ചരിത്രമാണെങ്കിൽ കൂടിയും ഓരോ കാലഘട്ടത്തിലും നമുക്ക് ലഭിക്കുന്ന പുതിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചരിത്രം പുതിയ തലത്തിലേക്കും പുതിയ രീതിയിലേക്കും മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. കൂടാതെ ചരിത്രം എന്ന് പറയപ്പെടുന്നത് രേഖപ്പെടുത്തുന്നത് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ ആരംഭിച്ച കാലം മുതൽ അവൻ്റെ ജീവിതാനുഭവങ്ങളുടെയും അവൻ്റെ ജീവിത സൗകര്യങ്ങളുടെയും അനുഭവത്തിൻ്റെ നേർക്കാഴ്ചകളായിട്ടാണ് ചരിത്രം ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെല്ലായിടത്തും ഒരുപക്ഷെ എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രത്തെ മുമ്പ് തന്നെ ചില കെട്ടുകഥകളിലൂടെയും ചില നാടോടിക്കഥകളിലൂടെയും ചില പഴഞ്ചൊല്ലുകളിലൂടെയും ചില അയാഥാർത്ഥ്യങ്ങളിലൂടെയും ചില മിത്തുകളിലൂടെയും ചരിത്രാംശം ഉൾക്കൊള്ളുന്ന പല കഥകളും കവിതകളും പാട്ടുകളും ഉണ്ടായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. പുരാതന ബാബിലോണിയയിലെ ഗിൽഗമേഷ് അതിന് ഉദാഹരണമാണ്. ഇന്ത്യയിൽ പുരാണങ്ങളും ഇതിഹാസങ്ങളും സ്മൃതികളും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അതൊന്നും യഥാർത്ഥത്തിൽ ചരിത്ര ഗ്രന്ഥങ്ങളായിരുന്നില്ല. പക്ഷേ ചരിത്രാംശം ഉൾക്കൊള്ളുന്ന ചില സൂചനകൾ ഇത്തരം കൃതികളിലൂടെ നമുക്ക്, ഇത്തരം ക്രോഡീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ക്രോഡീകരിക്കപ്പെടാതിരിക്കുന്ന കൃതികളിലൂടെയും കഥകളിലൂടെയും നാടോടിപ്പാട്ടുകളിലൂടെയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും ചരിത്ര പഠന മേഖലയെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ BC 6-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ലോകത്തെമ്പാടും വിജ്ഞാനത്തിൻ്റെതായിട്ടുള്ള ഒരു വലിയ നൂറ്റാണ്ട് എന്നുള്ള നിലയിലാണ്
BC 6 നൂറ്റാണ്ടിനെ കാണുന്നത്. BC 6th century is considered as one of the important century in the history of the world. BC 6 നൂറ്റാണ്ട് ഇത്തരം വിജ്ഞാനത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയാൻ കാരണം ലോകത്തെമ്പാടും ഒട്ടേറെ മഹാരഥന്മാരായ ആളുകൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. കൺഫ്യൂഷ്യസും ലാവോസിയും ചൈനയിൽ, സൊറാസ്ട്രസ് ഇൻ പേർഷ്യ, സൊറാസ്ട്രസിനെ പോലെയുള്ള ആളുകൾ പേർഷ്യയിൽ, ഇന്ത്യയിൽ വർദ്ധമാന മഹാവീരനും ശ്രീബുദ്ധനും ജനിച്ച കാലഘട്ടം. ഇതേപോലെ തന്നെ ഗ്രീസിൽ അരിസ്റ്റോട്ടിലും സോക്രട്ടീസും പ്ലേറ്റോയും അടങ്ങുന്ന മഹത്തായ ഒരു സാഹിത്യ കലാപരമായിട്ടുള്ള കഴിവുകളുള്ള ഒരു കൂട്ടം ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. സ്വാഭാവികമായും ഹെറഡോട്ടസും ടൂസൈഡ്സും തങ്ങളുടെ ചരിത്ര രചന നിർവഹിച്ചതും ഈ കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ് പ്രത്യേകത. എന്താണ് ഹെറഡോട്ടസിൻ്റെയും ടൂസൈഡ്സിൻ്റെയും പ്രത്യേകത? നമുക്കറിയാം, ഹെറഡോട്ടസിനെ വിളിക്കുന്നത് ചരിത്രത്തിൻ്റെ പിതാവ് എന്നുള്ളതിലാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ചരിത്രത്തിൻ്റെ പിതാവ് എന്നുള്ളതിൽ അറിയപ്പെടാൻ കാരണം? അന്ന് വരെ BC 6 നൂറ്റാണ്ട് വരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രം എന്നത് അയാഥാർത്ഥ്യങ്ങളുടെയും കെട്ടുകഥകളാലും കെട്ടുപിണഞ്ഞു കിടന്ന ഒരു ശാസ്ത്രീയമായ വിശകലനത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ ഇങ്ങനെ കെട്ടുപിണഞ്ഞു കിടന്ന ഒരു ശാഖയായിട്ടാണ് ചരിത്രത്തെ കണ്ടത്. എന്നാൽ ഹെറഡോട്ടസിൻ്റെ വരവോടുകൂടി, അല്ലെങ്കിൽ പൊതുവെ പറഞ്ഞാൽ ഗ്രീക്ക് ചരിത്രകാരന്മാരുടെ വരവോടുകൂടി, ചരിത്രം ഒരു പുതിയ ദിശാസന്ധിയിലേക്ക്, ഒരു പുതിയ ദിശാബോധത്തിലേക്ക് ചരിത്രം മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ആ ദിശാബോധം എന്ന് പറയപ്പെടുന്നത് ചരിത്രത്തിന് നിയതമായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകുകയാണ്, ചില ഫ്രെയിമുകൾ ഉണ്ടാകുകയാണ്. ചരിത്രം എഴുതപ്പെടുന്നതിന് ചില ചില മാനദണ്ഡങ്ങൾ, ചില നിബന്ധനകൾ ഉണ്ടാകുകയാണ്. എങ്കിൽ മാത്രമേ അത് ചരിത്രമാകുന്നുള്ളൂ. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടത്: ഒന്ന്, ചരിത്രം കാലഗണനാടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടു എന്നുള്ളതാണ്. ക്രൊണോളജിക്കൽ ബേസ്ഡ്. സംഭവങ്ങളെ കാലഗണനയ്ക്കനുസൃതമായിട്ട് അടുക്കി വെക്കാൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഓരോ സംഭവങ്ങളും അവ നടന്ന കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നതാണ് കാലഗണനാശാസ്ത്രം, ക്രൊണോളജി എന്ന് പറയും. രണ്ട്, ചരിത്രം ജോഗ്രഫിക്കൽ ഡിസ്ക്രിപ്ഷനായിട്ട് മാറ്റപ്പെട്ടു. എന്താണ്? ഭൂമിശാസ്ത്രപരമായ വിവരണങ്ങളും ചരിത്രത്തിൻ്റെ ഭാഗമായി. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ക്രൊണോളജിയും മറ്റൊന്ന് ജോഗ്രഫിയുമാണ്. സാധാരണഗതിയിൽ പറയുന്നത് ക്രൊണോളജി ആൻഡ് ജോഗ്രഫി ആർ ദ ടു ഐസ് ഓഫ് ഹിസ്റ്ററി എന്നാണ്. ക്രൊണോളജിയും ജോഗ്രഫിയും, അല്ലെ കാലഗണനാശാസ്ത്രവും ഭൂമിശാസ്ത്രവും ചരിത്രത്തിൻ്റെ രണ്ട് കണ്ണുകളായിട്ടാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണോ മനുഷ്യ ശരീരത്തിൽ കണ്ണുകൾ പ്രവർത്തിക്കുന്നത്, അതേപോലെയാണ് ചരിത്രത്തിൽ ക്രൊണോളജിയും ജോഗ്രഫിയും പ്രവർത്തിക്കേണ്ടത്. വിത്തൗട്ട് ദീസ് ഐസ് ഹിസ്റ്ററി ഈസ് നോട്ട്. കണ്ണുകളില്ലാത്ത ജോഗ്രഫിയും ക്രൊണോളജിയും ഇല്ലാത്തത് ചരിത്രമല്ല. എന്ത് എവിടെ സംഭവിച്ചു, എന്ന് സംഭവിച്ചു, ദാറ്റ് ഈസ് ക്രൊണോളജി. എന്ന് സംഭവിച്ചു, വേർ ഇറ്റ് ഹാപ്പൻഡ്, എവിടെയാണ് സംഭവിച്ചത്. അപ്പോൾ ജോഗ്രഫി ആൻഡ് ക്രൊണോളജി ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഫോർ മേക്കിംഗ് ഹിസ്റ്ററി. ജോഗ്രഫിയും ക്രൊണോളജിയും
ചരിത്രത്തെ നിർമ്മിക്കുന്നതിൽ, ചരിത്രത്തെ അടയാളപ്പെടുത്തുന്നതിൽ, ചരിത്രത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങളായിട്ട് മാറ്റപ്പെടുന്നു. ഇത് സംഭവിച്ചത് പുരാതന ഗ്രീസിലാണ്. അതുകൊണ്ടാണ് ഗ്രീസിൽ ഹെറഡോട്ടസിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ക്വാസി ഹിസ്റ്ററി എന്ന് വിളിക്കപ്പെടുന്ന അർത്ഥസത്യങ്ങളുടെയും മിത്തുകളുടെയും കെട്ടുകഥകളുടെയും ഒക്കെ ഒരു രൂപത്തെയാണ് ക്വാസി ഹിസ്റ്ററി എന്ന പേരിലാണ് അക്കാലത്ത് അറിയപ്പെടുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി ചരിത്രം എന്നത് നിയതമായ ഒരു ഫ്രെയിമിനകത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഹെറഡോട്ടസ് മുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഹെറഡോട്ടസിനെ ചരിത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ ഹെറഡോട്ടസിന്റെ ചരിത്രം എല്ലാം വളരെ കൃത്യമായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഹെറഡോട്ടസ് ഒരു കാലഘട്ടത്തിന്റെ തുടക്ക പ്രതിനിധിയാണ്. സാധാരണ നമ്മൾ പറയും, കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോഴും അത് വീണുകൊണ്ടേയിരിക്കും. കാരണം അത് മുട്ടിലിഴഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോഴും അതിൻ്റെ ബാലാരിഷ്ടതകൾ തുടരും എന്ന് പറയുന്ന പോലെ തന്നെ ഹെറഡോട്ടസ് ഈ നേരത്തെ ഉണ്ടായിരുന്ന ക്വാസി ഹിസ്റ്ററിയിൽ നിന്നും ഹിസ്റ്ററിയിലേക്ക് പരിണാമം നടത്തുമ്പോൾ, ചരിത്രത്തെ മാറ്റി തീർക്കുമ്പോൾ എല്ലാ ബാലാരിഷ്ടതകളും, പഴയ കാലത്തിൻ്റെ എല്ലാ ബാലാരിഷ്ടതകളും അദ്ദേഹത്തിൻ്റെ ചരിത്ര രചനയിൽ കാണാം എന്നുള്ളതാണ് സത്യം. കാരണം പുരാതന ഗ്രീസിൽ ഞാൻ നേരത്തെ പറഞ്ഞ കെട്ടുകഥകളും അയാഥാർത്ഥ്യങ്ങളും അടങ്ങിയ, മിത്തുകളും അടങ്ങിയതെല്ലാം പദ്യരൂപേണയായിരുന്നു ഉണ്ടായിരുന്നത്. നാടൻ പാട്ടുകളായാലുമെല്ലാം. ഹെറഡോട്ടസിന്റെ ചരിത്രവും ആദ്യഘട്ടങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ളതെല്ലാം പദ്യരൂപേണ തന്നെയായിരുന്നു. അതിന് സാഹിത്യവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. ചരിത്രം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, ഒരു സ്വതന്ത്രമായ അസ്തിത്വമുള്ള ഒരു ശാസ്ത്ര അല്ലെങ്കിൽ പഠന അല്ലെങ്കിൽ എഴുത്ത് മാത്രമായിരുന്നില്ല. സ്വതന്ത്രമായ അസ്തിത്വം അതിനില്ലായിരുന്നു. അത് സാഹിത്യത്തിൻ്റെ, ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിരുന്നു. അതായിരുന്നു ഹെറഡോട്ടസിന്റെ ചരിത്രം. എന്നാൽ അദ്ദേഹം ആദ്യത്തെ ലക്ഷണമൊത്ത ചരിത്രകാരൻ എന്ന് വിശേഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് 2 കാരണം കൊണ്ടാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഒന്ന്, മുമ്പുണ്ടായിരുന്ന ഈ മിത്തുകളിൽ നിന്നും ചരിത്രത്തെ ഫിൽട്രൈസ് ചെയ്തു, അരിച്ചെടുത്തിട്ട് അദ്ദേഹം ചരിത്രത്തെ ക്രൊണോളജിക്കലായി, ജോഗ്രഫിക്കലായിട്ട് അടയാളപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഹെറഡോട്ടസിന്റെ പ്രത്യേകത. എന്നാൽ അതിന് ശേഷം വന്ന തൂസിഡൈഡ്സിനെ സംബന്ധിച്ച് പറയുന്നത്, അദ്ദേഹം ഇങ്ങനെ ചരിത്രത്തെ സമീപിക്കുമ്പോൾ തന്നെ ചരിത്രത്തിനൊരു ശാസ്ത്രീയമായ അടിത്തറ നൽകാൻ ശ്രമിച്ച ചരിത്രകാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത്, തൂസിഡൈഡ്സ് ആദ്യത്തെ ശാസ്ത്രബോധമുള്ള സയന്റിഫിക് ഹിസ്റ്റോറിയൻ എന്ന് പറയപ്പെടുന്നുണ്ട്. ഞാൻ ആ വാക്ക് വളരെ സൂക്ഷിച്ച് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരു കൊട്ടേഷൻ മാർക്കിൽ ഞാൻ പറയുകയാണ്, സയന്റിഫിക് ഹിസ്റ്റോറിയൻ എന്നൊക്കെ വിളിക്കപ്പെടാൻ അദ്ദേഹം യോഗ്യനാണെന്നുള്ളത് നമുക്ക് ഒന്നുകൂടി പുനരാലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ശാസ്ത്രീയമായൊരു യുഗം, ശാസ്ത്രബോധത്തിന്റെ വളർച്ചയും ശാസ്ത്രത്തിന്റെ വികാസവും കാണുന്നത് നമുക്കറിയാം 17-18 നൂറ്റാണ്ടുകളൊക്കെയാണ്. പക്ഷെ BC 6-ാം നൂറ്റാണ്ടിൽ തൂസിഡൈഡ്സിനെ എന്തുകൊണ്ട് ഒരു സയന്റിഫിക് ഹിസ്റ്റോറിയൻ എന്ന് വിളിക്കുന്നു ചോദിച്ചാൽ, അദ്ദേഹം 2-3 ചോദ്യങ്ങൾ ചരിത്ര രചനാ രീതിശാസ്ത്രത്തിൽ ഉയർത്തി എന്നുള്ളതാണ്. വൈ, വാട്ട്, ഹൗ, വെൻ, വേർ. എന്ന് സംഭവങ്ങൾ ഉണ്ടായി. അപ്പം അവിടെ ക്രൊണോളജി രൂപപ്പെട്ടു വരികയാണ്. വാട്ട് ഇറ്റ് ഹാപ്പൻഡ്, എന്തുകൊണ്ട് സംഭവിച്ചു. വാട്ട് എന്ന് പറയപ്പെടുന്ന, എന്തുകൊണ്ട് എന്ന് പറയുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ചരിത്രത്തിൽ. ചരിത്രത്തിന്റെ ഒരുപക്ഷെ അതിന്റെ കോറ് തന്നെ ആ ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ട്, വാട്ട് ഇറ്റ് ഹാപ്പൻഡ്, വൈ ഇറ്റ് ഹാപ്പൻഡ്, വെൻ ഇറ്റ് ഹാപ്പൻഡ് ആൻഡ് വേർ ഇറ്റ് ഹാപ്പൻഡ്. ചരിത്രം എന്ന് സംഭവിച്ചു, അല്ലെങ്കിൽ ഈ സംഭവം എന്ന് സംഭവിച്ചു,
ഈ സംഭവം എന്തുകൊണ്ട് സംഭവിച്ചു? അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അന്വേഷണാത്മകത വരുന്നത്. എന്തുകൊണ്ട് സംഭവിച്ചു? വൈ ഇറ്റ് ഹാപ്പൻഡ്? എന്തുകൊണ്ട് സംഭവിച്ചു? അവിടെ അന്വേഷണം ത്വരിതയുണ്ടാകുകയാണ്. നമ്മളൊരു വിഷയത്തിലേക്ക്, ഇപ്പം ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടായി, 1789 ഉണ്ടായിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷൻ. 1789 ഫ്രഞ്ച് റവല്യൂഷൻ ആകുന്നത് എന്തുകൊണ്ട്? ഫ്രഞ്ച് റവല്യൂഷൻ, വാട്ട് were the important causes behind the ഫ്രഞ്ച് റവല്യൂഷൻ? അതാണ് അന്വേഷണം, അതാണ് ഗവേഷണം, അതാണ് ചരിത്രം. ആൻഡ് വേർ ഇറ്റ് ഹാപ്പൻ, എവിടെയാണ് ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ സമരങ്ങൾ നടന്നത്, എന്ന് നടന്നു? അപ്പൊ അതൊരു ശാസ്ത്രീയമായ ചോദ്യമായി ഉയർത്തിക്കൊണ്ടുവന്നത് തൂസ്രൈഡ്സിന്റെ കാലഘട്ടം പോലെയാണ്. അതുകൊണ്ടാണ് വി ക്യാൻ സേ ദാറ്റ് ഹെറോഡോട്ടസ് was the first scientific historian of the world in a way. We cannot say that. അത് നമുക്കൊരു കൃത്യമായ അടയാളപ്പെടുത്തലല്ല. അദ്ദേഹമാണ് ആദ്യത്തെ സയന്റിഫിക് ഹിസ്റ്റോറിയൻ എന്ന് നാമമാത്രമായ തലത്തിൽ നിന്നോട് നമുക്ക് പറയാം. എന്നാൽ ഇതിന് ശേഷം അതേപോലെ തന്നെ ഒരു പ്രത്യേകത കൂടി ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഹ്യൂമനിസത്തിന്റെ ആവിർഭാവമാണ്. എന്താണ് ഹ്യൂമനിസം എന്ന് പറയപ്പെടുന്നത്? മാനവികതാവാദം. മാനവികതാവാദം എന്ന് പറയുന്നത് മനുഷ്യ സംബന്ധമായിട്ടുള്ളത് എന്നുള്ള അർത്ഥത്തിലാണ്. ചരിത്രം മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മനുഷ്യനുമായി, മനുഷ്യന്റെ എന്താണ് സാമൂഹ്യ, സാമ്പത്തിക, മതപരമായ അവന്റെ സാംസ്കാരികമായ ഇടപെടലുകളുടെ വിശകലനമാണ് ചരിത്രം. കാൾ മാർക്സ് തന്നെ വളരെ നന്നായിട്ട് തന്നെ നിർവചിച്ചിട്ടുണ്ട്. ഞാൻ അത് പറയുന്നവരുണ്ട്. അപ്പം ഹെറോഡോട്ടസ് മുതൽ ഇങ്ങോട്ട്, തൂസൈഡ്സ് മുതൽ ഇങ്ങോട്ട് ചരിത്രത്തെ ഒരു ഹ്യൂമനിസ്റ്റിക് ആയിട്ട്, മനുഷ്യ സംബന്ധമായ, ഇപ്പം ഹെറോഡോട്ടസിന്റെ തന്നെ പേർഷ്യൻ വാർ എന്ന് പറയുന്നത് പേർഷ്യയും ഗ്രീക്സും തമ്മിലുള്ള യുദ്ധത്തെ സംബന്ധിച്ചാണ്. അതിൽ അദ്ദേഹം അവിടെ പങ്കെടുത്ത യുദ്ധ പോരാളികളെയാണ് വിവരിക്കുന്നത്. യുദ്ധ പോരാളികളുടെ കഥയാണ് പറയുന്നത്. അതിനർത്ഥം മനുഷ്യന്റെ കഥ തന്നെയാണ് ചരിത്രം. ഹിസ്റ്ററി ഈസ് ദ സ്റ്റോറി ഓഫ് ഹ്യൂമൻ, ഹിസ് സ്റ്റോറി അങ്ങനെ പറയാറുണ്ട്. ഹിസ്, അവന്റെ കഥ. അതൊരു ജെൻഡർ ഇനിക്വാളിറ്റിയിലല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, അത് ശ്രദ്ധിച്ചോളുക. ഹിസ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇനി അവന്റെ കഥ അല്ലെ അവളുടെ കഥ എന്ന് എവിടെ ചോദിക്കുന്നൊന്നും ചോദ്യത്തിന് പ്രസക്തിയില്ല. ഹിസ് സ്റ്റോറി, അവൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യനാണ്. മനുഷ്യൻ്റെതാണ് കഥ, മനുഷ്യൻ്റെതാണ് അവന്റെ സാമൂഹ്യ, സാംസ്കാരിക, മതപരമായ ഇടപെടലുകളാണ് ചരിത്രമെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം ഹെറോഡോട്ടസിന്റെയും തൂസൈഡ്സിന്റെയും ചരിത്രം ഇത്തരം ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് തന്നെയായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ദൗർബല്യം എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ പഴയ ബാലാരിഷ്ടതകളിൽ നിന്നും പൂർണ്ണമായിട്ടും മോചനം നേടിക്കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതൊരു തരത്തിൽ ഞാൻ ഇങ്ങനെ തന്നെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് വാസ് തിയോക്രാറ്റിക് ആൻഡ് ഹ്യൂമനിസ്റ്റിക്. ഒരേ സമയം തന്നെ അത് തിയോക്രാറ്റിക് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അയാഥാർത്ഥ്യങ്ങളുടെ, ഒരു തരത്തിലുള്ള മതസ്പർശമുള്ള ചരിത്രമായിരുന്നു. മറു സൈഡിൽ അത് ഹ്യൂമനിസ്റ്റിക് ആയിരുന്നു. എന്നാൽ മധ്യകാലഘട്ടമായപ്പോഴേക്കും ഇതിനൊരു വലിയ മാറ്റം വരികയാണ്. ഹ്യൂമനിസം എന്ന് പറയപ്പെടുന്ന അപ്രത്യക്ഷമാകുകയും അവിടെ പ്രൊവിഡൻഷ്യലിസം എന്ന് പറയപ്പെടുന്ന, അപ്പൊക്കാലിപ്റ്റിക് എന്ന് പറയപ്പെടുന്ന ഒരു സങ്കല്പം കടന്നു വരികയാണ്. പ്രൊവിഡൻഷ്യലിസം എന്ന് പറയപ്പെടുന്ന ദൈവസംബന്ധമായ കാര്യം. മധ്യകാലഘട്ടം ലോകത്തെല്ലായിടത്തും ചിത്രീകരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തെ സംബന്ധിച്ച് ലോകത്തെല്ലായിടത്തും പറയപ്പെടുന്നത് അത് ദൈവസംബന്ധമായ കാലഘട്ടം എന്നുള്ളതാണ്. മനുഷ്യന് യാതൊരു പ്രസക്തിയുമില്ലാത്ത, മനുഷ്യന് യാതൊരു നിയന്ത്രണവുമില്ലാത്ത, അവൻ്റെ ഉൽപാദന ഉപാധികളിലായാലും അവൻ്റെ സാമൂഹ്യ സാംസ്കാരിക ബന്ധങ്ങളിലും ഒന്നും ഒരു നിയന്ത്രണവുമില്ല. എവരിതിങ് വാസ്
happened according to the will of God. The God was the omnipotent. The God created everything. എല്ലാം ദൈവം നിശ്ചയിക്കുന്നു. എവരിത്തിങ് വാസ് ഹപ്പൻഡ് അക്കോർഡിംഗ് ദ വിൽ ഓഫ് ഗോഡ്. ഗോഡ് വാസ് ദി ഡയറക്ടർ. ദൈവമാണ് എന്ത് എല്ലാത്തിൻ്റെയും നിയന്ത്രണാധികാരി. എന്ത് നേരത്തെ ദൈവം, എവരിത്തിങ് വാസ് പ്രീ പ്ലാൻഡ്. എല്ലാം ദൈവം നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഒരു വാദഗതിയിൽ നിന്നുമാണ് മധ്യകാലഘട്ടം എല്ലാ മേഖലയിലും, അത് ചരിത്രത്തിൽ മാത്രമല്ല, എല്ലാ കലാസാംസ്കാരിക മേഖലയിലായാലും സാഹിത്യത്തിലായാലും എല്ലാ മേഖലയിലും മതം അതിൻ്റെ നീരാളിപ്പിടുത്തം പിടിച്ചിരുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിന് ദൈവസംബന്ധമായ ഒരു സ്പർശം, ദൈവസംബന്ധമായ ഒരു രൂപം ഉണ്ടാകും. മനുഷ്യ സംബന്ധമായ മുഖം ഉണ്ടാവില്ല. ഞാൻ സൂചിപ്പിച്ചു വന്നത് മധ്യകാലഘട്ടം മതസ്പർശമുള്ള മതസംബന്ധമായ കാലഘട്ടം എന്നുള്ളതല്ല. ലോകത്തെല്ലായിടത്തും കലാസാംസ്കാരിക മേഖലയിലായാലും ചരിത്രത്തിലും മതത്തിന്റെ അപ്രമാദിത്യം, ഇൻഫാലിബിലിറ്റി ഓഫ് ദ റിലീജിയൻ, മതത്തിന്റെ അപ്രമാദിത്യം ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. ചരിത്ര രംഗത്ത്, രചനാരംഗത്ത് ഇബൻ ഖാൽഡൂനെ പോലെയുള്ള, സെന്റ് അഗസ്റ്റിനെ പോലെയുള്ള, അബുൽ ഫസലിനെ പോലെയുള്ള ആളുകളുടെ കടന്നുവരവ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിലൊന്നാണ് സെന്റ് അഗസ്റ്റിൻ. അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകത്തിന്റെ പേര് പോലും ദി സിറ്റി ഓഫ് ഗോഡ് എന്നാണ്. ദ സിറ്റി ഓഫ് ഗോഡ്. എന്താണ് സിറ്റി ഓഫ് ഗോഡ്? ദൈവരാജ്യം. കാരണം അദ്ദേഹം സിറ്റി ഓഫ് ഗോഡിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ലോകത്ത് 2 രാജ്യങ്ങളാണുള്ളത്. ഒന്ന് ദൈവരാജ്യം, സിറ്റി ഓഫ് ഗോഡ്. ദെൻ രണ്ടാമത് സിറ്റി ഓഫ് മാൻ. സിറ്റി ഓഫ് ഗോഡ് എന്ന് അദ്ദേഹം അർത്ഥമാക്കുന്നത് എല്ലാ നന്മകളുടെയും എല്ലാ സദ്ഗുണങ്ങളുടെയും വിളനിലമായിട്ടുള്ള ദൈവരാജ്യം. അവിടെ കഷ്ടപ്പാടുകളോ പ്രയാസങ്ങളോ ഈ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഇല്ലാത്ത ഒരു നാട്. മറിച്ച് ദ സിറ്റി ഓഫ് മാൻ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ ഒരു ലോകം, വാളാൽ നിർമ്മിച്ച ലോകം, യുദ്ധം ചെയ്ത് നേടിയെടുക്കുന്ന ലോകം, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്ന നാട്, സാമ്രാജ്യങ്ങൾ. അദ്ദേഹം കുറെ സാമ്രാജ്യങ്ങളുടെ ഉദാഹരണം പറയുന്നുണ്ട്, റോമാ സാമ്രാജ്യം അടക്കം. എന്നിട്ട് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരം സാമ്രാജ്യങ്ങൾ, മനുഷ്യനിർമ്മിതമായ രാജ്യങ്ങൾ, മനുഷ്യനിർമ്മിതമായ ലോകം അസ്ഥിരമാണ്. അത് രക്തരൂക്ഷിതമായ യുദ്ധത്തിലൂടെ, രക്തരൂക്ഷിതമായ സമരങ്ങളിലൂടെയാണ് നേടുന്നത് പോലെ തന്നെ അതിന് അനിവാര്യമായ അതിൻ്റെ പതനവും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അവിടെ തിന്മകളുടേതാണ് ലോകം. അവിടെ മനുഷ്യൻ കഷ്ടപ്പെടുകയാണ്. മറിച്ച് ദൈവരാജ്യത്തിൽ ഇതൊന്നുമില്ല. ദൈവമാണ് എല്ലാത്തിൻ്റെയും അവസാന വാക്ക്. അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യവുമില്ല. എല്ലാം ദൈവസംബന്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം. ഇതിൻ്റെ അനുരണനങ്ങളാണ് ലോകത്തെമ്പാടും മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയിൽ അബുൽ ഫസലിനെ പോലെയുള്ള ആളുകളുടെ കാലഘട്ടം. നമുക്കറിയാം, ഇന്ത്യയിൽ ഈ കാലഘട്ടത്തിൽ സുൽത്താൻമാരായിരുന്നു ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. മധ്യകാലഘട്ടം മുഗളന്മാരായിരുന്നു ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ അബുൽ ഫസലിനെ പോലെയുള്ള രാജകീയ കൊട്ടാരം കവികൾ അവരെന്താ ചെയ്തത്? അവരും മതസംബന്ധമായ ചരിത്രം, സുൽത്താന്റെ വീരസാഹസ്യ കഥകൾ എഴുതിപ്പു. അവര് സുൽത്താനോടൊപ്പം നിൽക്കുന്ന ഭരണ പ്രഭുവർഗത്തിന്റെ ചരിത്രം എഴുതി. സാധാരണ മനുഷ്യന്റെ ചരിത്രം അവർ വിട്ടു. കാരണം സാധാരണ മനുഷ്യന്റെ ചരിത്രം എന്ന് പറയപ്പെടുന്നത് ഈ യുദ്ധങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും അവന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെയൊക്കെയാണ്. അത് എഴുതാൻ അവർ മിനക്കെട്ടില്ല. മാത്രമല്ല, അവരെപ്പോഴും ചരിത്രം എന്ന് പറയുന്നത് ഉന്നത ശ്രേഷ്ഠരായിട്ടുള്ള രാജാക്കന്മാരുടെയും അവരുടെ കൊട്ടാര പ്രഭുക്കന്മാരുടെയുമാണ് എന്ന് വിശ്വസിച്ചു. ഇതാണ് ലോകത്ത് മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേകത.
അപ്പം ചരിത്രം എന്ന് പറയുന്നത് പ്രൊവിഡൻഷ്യൽസിന്റെ ഭാഗമായിട്ട് ദൈവസംബന്ധമായി കാര്യമായിട്ട് മാറ്റപ്പെട്ടു. അവിടെ എന്ത് സംഭവിച്ചു? ഹ്യൂമനിസം എന്ന് പറയപ്പെടുന്ന ഏറ്റവും പ്രാഥമികമായ ചരിത്രത്തിന്റെ ബാലപാഠം പോലും ബോധപൂർവം തമസ്കരിക്കപ്പെടുകയാണ്. കാരണം ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ് ഓഫ് ദി ഹ്യൂമൻ ആക്ഷൻസ്. ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ് ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി ഹ്യൂമൻസ് എന്ന് പറയപ്പെടുന്നത് നഷ്ടപ്പെടുകയാണ്. പകരം ഉന്നത കുലശ്രേഷ്ഠൻ്റേത്, അത് മനുഷ്യരല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ പീപ്പിൾ, ജനം, സാധാരണക്കാരെന്ന് പറയപ്പെടുന്ന അവിടെ നഷ്ടപ്പെടുന്നു. അവരുടെ പ്രസക്തി ഇവിടെ ഇല്ലാതാകുന്നു. മറിച്ച് ഉപരിവർഗത്തിൻ്റെ ചരിത്രമായി ചരിത്രം മാറ്റപ്പെടുന്നതായിട്ടാണ് കരുതപ്പെടുന്നത്. ഇനിയും നമ്മൾ ഈ കാലഘട്ടവും കടന്ന് 15-16 നൂറ്റാണ്ടായപ്പോഴേക്കും ചരിത്രം വളരെ വിശാലമായ മറ്റൊരു ക്യാൻവാസിലേക്ക് പകർത്തപ്പെടുകയാണ്. എന്താണത്? 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഒന്ന്, പുതിയൊരു ജ്ഞാനോദയ പ്രസ്ഥാനം രൂപപ്പെട്ടു ലോകത്ത്. മറ്റൊന്ന്, റീസൺ ഓറിയന്റഡ് ആയിട്ടുള്ള, യുക്തിക്ക് പ്രാധാന്യമുള്ള അണൈസാൻസ് പോലെയുള്ള പ്രസ്ഥാനം രൂപപ്പെട്ടു. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം വന്നു. അതേപോലെ തന്നെ കലാസാംസ്കാരിക രംഗത്ത് ഒരു പുതിയ അവബോധമുണ്ടാകുകയും അതുവഴി മനുഷ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രസക്തമാകുന്ന ഒരു കാലഘട്ടം കടന്നു വരികയും ചെയ്യുന്നു. അതുകൊണ്ടാണ് റെനൈസാൻസ് എന്ന വാക്കിന് വലിയ പ്രസക്തി. ഞാൻ സൂചിപ്പിച്ചു വന്നത് ആധുനിക കാലഘട്ടത്തിന്റെ കടന്നുവരവോട് കൂടി, ആധുനിക കാലഘട്ടം എന്നതൊരു സംജ്ഞ ആയി ഞാൻ ഉപയോഗിക്കുന്നത് റെനൈസാൻസിന്റെയും പുതിയ ജ്ഞാനോദയ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ കടന്നുവരവിന്റെ കാലഘട്ടത്തെയാണ്. അതോടുകൂടി ചരിത്രം വളരെ മൂർത്തമായ ഒരു തലത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ചരിത്രം പഴയ ഹ്യൂമനിസ്റ്റ് സങ്കല്പത്തിന്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. റെനൈസാൻസ് എന്ന വാക്കിനർത്ഥം തന്നെ റീബർത്ത് എന്നാണ്, പുനർജനനം എന്നുള്ളതാണ്. പുനർജനനം എന്നുള്ളത് പഴയ ക്ലാസിക്കൽ സിവിലൈസേഷന്റെ പുനർജന്മം എന്നുള്ളതാണ്. ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളുടെ പുനർജന്മം എന്നുള്ളതാണ്. ചരിത്രത്തിലും ഹ്യൂമനിസത്തിന്റെ തിരിച്ചുവരവാണ് ഈ കാലഘട്ടത്തിൽ കണ്ടത്. ചരിത്രം മാനവിക മുഖമുള്ള ഒരു വിഷയമായി മാറ്റപ്പെടുന്നു. ചരിത്രം പ്രതിപാദിക്കുന്നത് മനുഷ്യ സംബന്ധമായ കാര്യമായിട്ട് മാറ്റപ്പെടുന്നു. മധ്യകാലഘട്ടത്തിലെ പ്രൊവിഡൻഷ്യൽസിൽ നിന്നും ദൈവസംബന്ധമായ കാര്യങ്ങളിൽ നിന്നും വിടുതൽ നേടിക്കൊണ്ട് ചരിത്രം കേവലം മനുഷ്യന്റെ സാംസ്കാരിക സാമൂഹ്യ ജീവിതത്തിന്റെ അടയാളപ്പെടുത്തലായി മാറ്റപ്പെടുന്നതാണ് ഈ കാലഘട്ടത്തിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ സമാന്തരമായി തന്നെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് സയന്റിഫിക് റെവല്യൂഷന്റെ കടന്നു. ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ചരിത്രം രേഖപ്പെടുത്തുന്നു ഈ കാലഘട്ടത്തിൽ. റാങ്കെ, ലിയോപോൾഡ് വോൺ റാങ്കെ പോലെയുള്ള ചരിത്രകാരന്മാരുടെ കടന്നുവരവ് ഉണ്ടാകുന്നു. ഒരുപക്ഷെ നമുക്ക് ആധുനിക ശാസ്ത്രീയമായ ചരിത്രമെഴുത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് റാങ്കെയാണ്. ദ സയന്റിഫിക് ഹിസ്റ്റോറിയൻ ഓഫ് ദി മോഡേൺ പീരിയഡ്. എന്താണ് അങ്ങനെ വിളിക്കാൻ കാരണം? റാങ്കെ പറയുന്നത് ചരിത്രം എന്നത് പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു ആശയ രൂപീകരണമാണ്. അതല്ലെങ്കിൽ ചരിത്രമെഴുത്ത് എന്ന് പറയുന്നത് പരീക്ഷണത്തിന്റെയും നിരീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ വളരെ വസ്തുനിഷ്ഠാപരമായ തെളിവുകളുടെ പരിശോധനയിലൂടെയും തെളിവുകളുടെ കണ്ടെത്തലുകളിലൂടെയുമാണ് ചരിത്രം രൂപപ്പെട്ടു വരുന്നത്. അപ്പം ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇത് മധ്യകാലഘട്ടത്തിലോ പുരാതന കാലഘട്ടത്തിലോ ഉണ്ടായിരുന്നില്ല. പുരാതന കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു,
ഹെറോഡസിന്റെ ആയാലും തൂസിഡൈഡ്സിന്റെ ആയാലും അല്ലെങ്കിൽ റോമൻ ഹിസ്റ്റോറിയൻസുമാരായിട്ടുള്ള ലിവിയുടെയും ടാസിറ്റസിന്റെയും ഒക്കെ കാലഘട്ടം ചരിത്രം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിന്നാവണമെന്നില്ല. കേട്ടുകേഴ്വിയുടെയും അവർക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ചരിത്രത്തെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ മധ്യകാലഘട്ടത്തിലെ പ്രൊവിൻഷ്യൽസിന്റെ ദൈവസംബന്ധമായ ഹിസ്റ്ററി ഈസ് നോട്ട് ഫ്രം ദി ഹ്യൂമൻ ബീങ്, ബട്ട് ഇറ്റ് വാസ് റെവലേഷൻ, ഇറ്റ് വാസ് റെവലേറ്റഡ് ബൈ ദി ഗോഡ് എന്നാണ് പറയുന്നത്. റെവലേഷൻ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തലുകൾ എന്നാണ്. ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകളാണ് ചരിത്രം എന്ന രീതിയിൽ നിന്നും മാറി ചരിത്രം തെളിവുകളുടെ വസ്തുനിഷ്ഠാപരമായ പരിശോധനകളിലൂടെയാണ് നടത്തേണ്ടതെന്നും അത്തരമൊരു അന്വേഷണാത്മകമായിട്ടുള്ള രീതിശാസ്ത്രമാണ് ഉപയോഗിക്കപ്പെടേണ്ടതെന്നും റാങ്കെ പോലെയുള്ള ആളുകൾ വിശ്വസിച്ചു. അവിടെയും ഒരു വലിയ പ്രശ്നം ചരിത്രകാരൻ അഭിമുഖീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് തെളിവുകൾ ശേഖരിക്കുന്നത്, എങ്ങനെയാണ് അതിനെ വിശകലനം ചെയ്യേണ്ടി വരുന്നത്? നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹിസ്റ്ററി എന്ന് പറയപ്പെടുന്നത് ഒരു അന്വേഷണമാണ്, ഒരു ഗവേഷണമാണ്. ആ ഗവേഷണം നടത്തുമ്പോൾ നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. തെളിവുകളില്ലെങ്കിൽ ഹിസ്റ്ററി ഇല്ല. വിതൗട്ട് സോഴ്സസ്, വിതൗട്ട് ഫാക്ട്സ്, ദർ ഇസ് നോ ഹിസ്റ്ററി. തെളിവുകളില്ലെങ്കിൽ, ഫാക്ട്സ് ഇല്ലെങ്കിൽ, തെളിവുകളില്ലെങ്കിൽ ഹിസ്റ്ററി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ തെളിവുകളെ കണ്ടെത്തുകയും അവയെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയും ചെയ്യുന്നതാണ് ചരിത്രം എന്നാണ് റാങ്കെ പറയുന്നത്. അതാണ് ചരിത്രം, ഗവേഷണം, അന്വേഷണം എന്നൊക്കെ പറയുന്നത്. അവിടെ ചരിത്രകാരൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം താൻ കണ്ടെത്തുന്ന തെളിവുകൾ ശരിയാണോ തെറ്റാണോ എന്ന് സമർത്ഥിക്കുക എന്നുള്ളതാണ്. അതിനെ ഫിൽട്രൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഫിൽട്രൈസേഷൻ പ്രോസസ് എന്ന് പറയപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവിടെയാണ് ഒരു ഹിസ്റ്റോറിയന്റെ, ഒരു ചരിത്രകാരന്റെ, ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ ക്രാഫ്റ്റ്, അയാളുടെ കാലിബർ, അയാളുടെ കഴിവ് തെളിയിക്കേണ്ടത്. അപ്പം നമുക്ക് ധാരാളം തെളിവുകൾ കിട്ടാറുണ്ട് ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ഉദാഹരണമായിട്ട് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച്, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കപ്പെടുന്നു. ഞാൻ അങ്ങനെ വിളിച്ചതിൽ നിങ്ങൾ ക്ഷമിക്കുക, അങ്ങ് പല വേർഷൻസ് ഉണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നുണ്ട്, ശിപ്പായി മ്യൂട്ടണി എന്ന് വിളിക്കുന്നുണ്ട്, കർഷക കലാപം എന്ന് വിളിക്കപ്പെടുന്നുണ്ട്, പോപ്പുലർ മ്യൂട്ടണി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, ഞാൻ സൂചിപ്പിച്ചിരുന്ന 1857 കലാപത്തെ സംബന്ധിച്ചാണ്. ആ കലാപത്തെ സംബന്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥി ഇഷ്ടംപോലെ തെളിവുകൾ അദ്ദേഹം ശേഖരിക്കുന്നു. പ്രാഥമികവും സെക്കൻഡറിയുമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നു, പ്രാഥമികവും ദ്വിതീയമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നു. ആ തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ശേഖരിക്കുന്ന തെളിവുകളിൽ സത്യസന്ധമായതേത്, സത്യസന്ധമല്ലാത്തതേത് എന്ന് വേർതിരിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. നമ്മൾ ചരിത്ര രചനാ രീതിശാസ്ത്രത്തിൽ നമ്മൾ പറയുന്നതാണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം. ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള വിമർശനങ്ങളിലൂടെ, പരിശോധനകളിലൂടെയാണ് ആ തെളിവുകൾ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പം നമുക്ക് ധാരാളം തെളിവുകൾ ലഭിക്കാറുണ്ട്. ഇതൊന്നും കൃത്യമാണോന്നില്ല. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, തെളിവുകൾ കൃത്രിമമായി കെട്ടിച്ചമക്കാൻ ഒരു പ്രയാസവുമില്ല. ഇപ്പോൾ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ, ഈ സമകാലീന സംഭവങ്ങളിലൊക്കെ തന്നെ അതിനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി, ഇപ്പം ഏത് തരത്തിൽ വേണമെങ്കിലും, ഇപ്പോൾ ഒരു സംഭവത്തെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് നമുക്ക് തെളിവുകൾ ഉണ്ടാക്കാം. ആ തെളിവുകൾ യഥാർത്ഥത്തിൽ ഈ സംഭവമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണോ, അല്ലെങ്കിൽ ആ സംഭവത്തെ ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണോ എന്ന് നമുക്ക് തെളിയിക്കേണ്ടി വരും. അതൊരു വലിയ ടാസ്ക് തന്നെയാണ് ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ചരിത്രകാരനെ സംബന്ധിച്ചിടത്തോളം. ഈസ് ഇറ്റ് ഒറിജിനൽ ഓർ നോട്ട്? ഈസ് ഇറ്റ് എനി കണക്ഷൻ വിത്ത് ദി ഒറിജിനൽ ഇൻസിഡൻസ് ഓർ ആക്ച്വൽ ഹാപ്പനിങ്സ്? കാരണം അവിടെയാണ്
തൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട്, തൻ്റെ കാലിബർ, തൻ്റെ ചരിത്രപരമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചരിത്രകാരൻ മുന്നോട്ട് പോകേണ്ടി വരുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്റേണൽ ക്രിറ്റിസിസവും എക്സ്റ്റേണൽ ക്രിറ്റിസിസവും ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ചരിത്രകാരൻ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിശകലനം വളരെ വസ്തുനിഷ്ഠാപരമായി നടത്തണം എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് ഹിസ്റ്ററി, ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് അനാലിസിസ്. എന്താണ് വസ്തുനിഷ്ഠാപരം എന്ന് പറയുന്നത്? കാരണം ഈ തെളിവുകളെ വളരെ കൃത്യമായ പരിശോധനക്ക്, അതായത് ഒരു മുൻവിധിയുമില്ലാതെ പരിശോധിക്കുകയാണ്. ഒരു മുൻവിധിയുമില്ലാതെ ഒരു പ്രശ്നത്തെ സമീപിക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രയാസമാണ്. കാരണം പ്രയാസമാണെന്ന് പറയാൻ കാരണം, ഹീസ് എ ഹ്യൂമൻ ബീങ്. ചരിത്രകാരൻ എന്ന് പറയുന്നത് അമാനുഷികനല്ല. ചരിത്രകാരൻ എല്ലാം തികഞ്ഞ, അല്ലെങ്കിൽ ഒരു കുറ്റവുമില്ലാത്ത, ഒരു കുറവുകളും ഇല്ലാത്തൊരു വ്യക്തിയല്ല. ഹീസ് എ പാർട്ട് ഓഫ് ദി സൊസൈറ്റി. ഹീസ് എ ഹ്യൂമൻ ബീങ്. അയാൾ ഈ സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ്. അയാൾ ഈ സമൂഹത്തിന്റെ ഒരു സാമൂഹ്യ ജീവിയാണ്, ഒരു മനുഷ്യനാണ്, പ്രാഥമികമായ ഒരു മനുഷ്യനാണ്. എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യ സംബന്ധമായ എല്ലാ പോരായ്മകളും ഒരു ചരിത്രകാരനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിശോധനകളുടെ ഇടയിൽ കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അയാളുടെ ആത്മനിഷ്ഠാപരമായിട്ടുള്ള സബ്ജക്റ്റീവ് എലമെന്റ്സ്, സബ്ജക്റ്റിവിറ്റി എന്ന് പറയും. സബ്ജക്റ്റിവിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി, രണ്ട് വാക്കുകൾ ഞാൻ പറഞ്ഞു, ഒന്ന് ശ്രദ്ധിച്ചോളുക. സബ്ജക്റ്റിവിറ്റി കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് അവിടെ. കാരണം അയാൾ മനുഷ്യനാണ്, കേവലമായ മനുഷ്യനാണ്. ആ കേവലമായ മനുഷ്യൻ കൈകാര്യം ചെയ്യുന്നിടത്ത് ആ മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ പോരായ്മകളും സംഭവിക്കും. അയാളുടെ രാഷ്ട്രീയം അതിനകത്ത് കടന്നു വരാം. അയാളുടെ ദേശസ്നേഹം അതിനകത്ത് കടന്നു വരാം. അയാളുടെ ഭാഷാപരമായ ദൗർബല്യങ്ങളോട് കടന്നു വരാം. അപ്പം ലൊക്കാലിറ്റി, ലാംഗ്വേജ്, റേസ്, then his politics also influenced in this matter. അവിടെയാണ് ആത്മനിഷ്ഠാപരം എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും വസ്തുതകളെ, ചരിത്രപരമായ സോഴ്സസിനെ, ചരിത്രപരമായ തെളിവുകളിലെ വസ്തുനിഷ്ഠാപരമായി തന്നെ വിലയിരുത്തിക്കൊണ്ട് പോകണം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അയാൾക്ക് 100% അതിനകത്ത് വിജയിക്കാൻ കഴിയില്ല. അയാളുടെ ആത്മനിഷ്ഠാപരമായിട്ടുള്ള അയാളുടെ ചില മുൻവിധികൾ, അയാളുടെ ചില ധാരണകൾ എപ്പോഴും തെളിവുകളെ പരിശോധിക്കുന്നതിൽ ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. അത് ഒരു കുറവല്ലത്. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വി കീപ് മാക്സിമം ഒബ്ജക്റ്റിവിറ്റി എന്നുള്ളതാണ്. നമുക്ക് പരമാവധി ആസ് പോസിബിൾ ആസ് അത്രയും പറ്റും നമുക്ക്. കാരണം ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീങ്, നമ്മൾ മനുഷ്യരാണെന്നുള്ള പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചരിത്ര വസ്തുതകളെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ആത്മനിഷ്ഠതയെ കുറച്ച് പരമാവധി കുറച്ചുകൊണ്ട് വസ്തുനിഷ്ഠാപരമായ വിശകലനം നടത്തണം എന്നുള്ളതാണ് ആധുനികമായ ചരിത്രപരമായ ഒരു കാഴ്ചപ്പാട്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്ക് പലപ്പോഴും അതിൽ നിന്നും പൂർണ്ണമായി വിടുതൽ നേടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതൊരു വഴി. കൂടാതെ വലിയ ഒരു തരത്തിലുള്ള വാദപ്രതിവാദവും ഈ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഈസ് ഹിസ്റ്ററി ഈസ് എ സയൻസ് ഓർ ആർട്ട്? ചരിത്രം കലയാണോ അതോ സാഹിത്യമാണോ, ആർട്ടാണോ, അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രമല്ലാത്ത മറ്റെന്തെങ്കിലും ആണോ? ഇതൊരു നീണ്ട വാദപ്രതിവാദമായിരുന്നു. അവിടെയാണ് ചരിത്രം കലയാണോ ശാസ്ത്രമാണോ കലയാണോ? അവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, ഒരു ചരിത്രം ഗവേഷണമാണെന്ന് ഞാൻ പറഞ്ഞു. ആ ഗവേഷണ പ്രക്രിയയിലെ ചില മേഖലകൾ വളരെ കൃത്യമായ
ശാസ്ത്രീയമായ അടിസ്ഥാനത്തിൽ തന്നെ പോകേണ്ടതാണ്. ഒന്ന്, നമ്മളൊരു വിഷയം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പഠിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച്. മറ്റൊന്ന്, ഇപ്പം നിങ്ങളൊക്കെ തന്നെ സ്കൂളുകളിൽ പ്രോജക്റ്റുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ആ പ്രോജക്റ്റുകൾക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിഷയം, അത് ആ വിഷയത്തിലേക്ക് നിങ്ങൾ എത്തപ്പെടുന്നത് നിങ്ങളുടെ ശാസ്ത്രീയ ബോധത്തിന്റെ അടിസ്ഥാനമാണ്. അത് ശാസ്ത്രീയമാകണം. ആ പ്രോജക്റ്റ് രൂപപ്പെടുത്തിയെടുക്കാൻ നിങ്ങൾ കണ്ടെത്തുന്ന തെളിവുകൾ പലവിധം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. പ്രൈമറി സോഴ്സസ് ഉണ്ട്, സെക്കൻഡറി സോഴ്സസ് ഉണ്ട്, അല്ലേ? പ്രാഥമികമായ തെളിവുകളുണ്ട്, ദ്വിതീയ തെളിവുകളുണ്ട്. ഞാൻ വിശദീകരിക്കാം. അപ്പം നിങ്ങൾ കണ്ടെത്താൻ പോകുന്ന തെളിവുകൾ, ആ തെളിവുകളുടെ അന്വേഷണം ശാസ്ത്രീയമായിരിക്കണം. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തെളിവുകൾ എന്ന് പറയുന്നത് പലപ്പോഴും ചിലതൊക്കെ തന്നെ കൃത്രിമമായിട്ട് കെട്ടിച്ചമക്കപ്പെടാം. അത് ശ്രദ്ധിക്കണം. ആ തെളിവുകൾ കിട്ടുന്നതിനെ വസ്തുനിഷ്ഠാപരമായി പരിശോധിക്കണം. വളരെ വിമർശന ബുദ്ധിയാ പരിശോധിക്കണം. ഇന്റേണൽ ക്രിറ്റിസിസത്തിന്റെ ഭാഗമായിട്ടും എക്സ്റ്റേണൽ ക്രിറ്റിസിസത്തിന്റെ ഭാഗമായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആഭ്യന്തരവും ബാഹ്യവുമായ ഒരു അന്വേഷണം നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ അത് ശാസ്ത്രീയമായിരിക്കണം, വിശകലനങ്ങൾ ശാസ്ത്രീയമായിരിക്കണം, അവിടെ എല്ലാം ശാസ്ത്രീയത വേണം. പക്ഷേ അതിൻ്റെ അടുത്ത ഘട്ടം എത്തുമ്പോൾ ചരിത്രം കലാപരമായ മൂല്യമുള്ളതാകണം. അതെവിടെയാണ്? അതിൻ്റെ വിവരണാത്മകതയിൽ. അപ്പം പ്രൊജക്റ്റിൻ്റെ ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ശാസ്ത്രീയ ബോധം വേണം, ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടാകണം. അതിൻ്റെ സോഴ്സസ് കണ്ടെത്തുന്ന കാര്യത്തിൽ ശാസ്ത്രീയത ഉണ്ടാകണം. അതിൻ്റെ വിശകലനത്തിൽ ശാസ്ത്രീയത വേണം. അതിൻ്റെ അടുത്ത ഘട്ടം എത്തുമ്പോൾ എന്താണ്? ആ പ്രൊജക്റ്റിനെ നിങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിൽ ഒരു വിവരണാത്മകത ഉണ്ടാകുന്നത്, കലാപരത ഉണ്ടാകണം എന്നുള്ളതാണ്. എങ്കിലേ അത് വായനക്കാരിലേക്ക്, അനുവാചകനിലേക്ക് എത്താൻ പറ്റും. നമ്മൾ സാധാരണ പറയുന്ന ഒരു നോവൽ വളരെ വിരസമായിരുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ്, അതിൻ്റെ അവതരണ രീതി കൊണ്ടാണ്. നോവൽ കൊള്ളാം, പക്ഷെ അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി കലാപരത ഉണ്ടെങ്കിൽ മാത്രമേ വായിക്കപ്പെടൂ. ചില സിനിമകൾ വളരെ നന്നായിട്ട് തന്നെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കലാപരമായി അതിനൊരു മികവ് പുലർത്താൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ചരിത്രം എന്ന് പറയപ്പെടുന്നത് ഈസ് ആർട്ട് ഓർ സയൻസ് എന്ന് പറയുന്നിടത്ത് നാം കാണേണ്ടത് ചരിത്രം കലയും ശാസ്ത്രവുമാണ് ഒരേ സമയം. അവിടെയാണ് ഒരു ചരിത്രകാരൻ്റെ കൂർമ്മബുദ്ധി പ്രവർത്തിക്കേണ്ടത്. കാരണം ടോപ്പിക് സെലക്ട് ചെയ്യുന്ന സമയത്തായാലും, നിങ്ങളുടെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്തായാലും, നിങ്ങൾ തെളിവുകൾ ശേഖരിക്കുന്ന സമയത്തായാലും, നിങ്ങൾ അതിനെ വിശകലനം ചെയ്യുന്ന സമയത്തും നിങ്ങൾ ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനം, ശാസ്ത്രീയമായ തെളിവുകളുടെ ശാസ്ത്രീയമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ പോവുകയും അതിൻ്റെ വിവരണാത്മകമായ രീതിയിൽ വിവരണാത്മകതയിൽ നിങ്ങൾ കലാപരമായ കാര്യങ്ങൾ ചെയ്യുകയും വേണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ചരിത്രം ഞാൻ സൂചിപ്പിച്ചു. ഇതിന് ശേഷം വീണ്ടും ചരിത്രത്തിൻ്റെ പല കൈവഴികളിലൂടെ ഒഴുകാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ശാസ്ത്രീയമായ ചരിത്ര രീതികൾ അവലംബിക്കുമ്പം തന്നെ പിന്നീട് ചരിത്രം പല കൈവഴികളിലൂടെ ഒഴുകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതിലൊന്നാണ് കാൾമാർക്സിന്റെ വരവ്. 19-ാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് രണ്ടാം പകുതിയോട് അടുത്ത് മാർക്സിസ്റ്റ് പഠന രീതി ചരിത്രത്തിൽ അവലംബിക്കപ്പെടുമ്പോൾ ചരിത്രം എന്ന് പറയുന്നത് കേവലം ഹിസ്റ്ററി ഓഫ് ദി റെക്കോർഡ് ഓഫ് ദ പാസ്റ്റ്, കേവലം ശാസ്ത്രീയമായ അവതരണങ്ങളുടെ ഒരു രീതി മാത്രമല്ല, മറിച്ച് ചരിത്രം എന്ന് പറയപ്പെടുന്നത് ഉൽപാദന ഉപാധികൾ മേലുള്ള മനുഷ്യന്റെ നിയന്ത്രണവും
ഉൽപാദന ഉൽപാദന ബന്ധങ്ങളിന്മേലുള്ള അല്ലെ ഉൽപാദന ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന എന്താണ് ഇടപെടലുമാണ്. മാർക്സിന്റെ ഏറ്റവും പ്രസിദ്ധമായ വാചകം തന്നെയാണ്, ഹിസ്റ്ററി ഈസ് നൺ അതർ ദാൻ ബട്ട് ഇറ്റ് വാസ് ദ ക്ലാസ് സ്ട്രഗിൾ. വർഗസമരമാണ് എന്ന് വെച്ചാൽ ഉൽപാദന ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്ലാസിഫൈഡ് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഇടപെടലുകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ചലനങ്ങളാണ് ചരിത്രം എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് ദീർഘമായി പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. മറ്റൊന്ന്, ചരിത്രം വീണ്ടും അതിൻ്റെ മറ്റ് കൈവഴികളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് സബാൾട്ടൻ സ്റ്റഡീസ് പോലെയുള്ളത് കടന്നു വരുന്നത് കാണുന്നു. എന്താണ് സബാൾട്ടൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്? കീഴാളപക്ഷ പഠനം. കീഴാളപക്ഷ പഠനം എന്ന് പറയപ്പെടുന്നത് ഇന്നലെ വരെ ചരിത്രത്തിന്റെ മുഖ്യധാരയിൽ ഇടം നേടാതെ പോകുന്ന ചരിത്ര വസ്തുതകൾ കൂടി മുഖ്യധാര ചരിത്രത്തിലേക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നവിടത്തേക്ക് അതുണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പം ഇന്ത്യ ചരിത്രം എഴുതുന്ന മുഖ്യധാര ചരിത്രകാരന്മാർ ഒരു സമഗ്രമായ ഇന്ത്യ ചരിത്രം എഴുതുമ്പോൾ ഉൾക്കൊള്ളിക്കാൻ കഴിയാതെ പോകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ബോധപൂർവമോ അബോധപൂർവമാകാം പലപ്പോഴും. നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്കൂളുകളിലൊക്കെ തന്നെ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടുപുറങ്ങളിലെ ചരിത്ര പ്രാധാന്യമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാനത് പറഞ്ഞാൽ ലോക്കൽ ഹിസ്റ്ററി പോലെയുള്ളത് ഇപ്പം വളരെ പ്രബലമായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണ് ലോക്കൽ ഹിസ്റ്ററി. കാരണം ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയപ്പെടുന്നത് നമ്മുടെ നാടും നമ്മുടെ സംസ്കാരവും ഒക്കെ മുഖ്യധാര ചരിത്രത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിന്റെ ഭാഗമാണ് ലോക്കൽ ഹിസ്റ്ററിക്ക് പ്രാധാന്യം ലഭിക്കുന്നത്. അപ്പോൾ അത് വലിയ തോതിൽ പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്ര പഠന മേഖല തന്നെയാണ്, അല്ലെങ്കിൽ ചരിത്ര പഠന മേഖലയാണ് ലോക്കൽ ഹിസ്റ്ററി. നമ്മുടെ നാട്ടുപുറങ്ങളിലെ പഴയ സംസ്കാരങ്ങൾ, പഴയ ചന്തകളിൽ ഉണ്ടായിട്ടുള്ള സാമൂഹ്യ ബന്ധങ്ങൾ, ക്രയവിക്രയങ്ങൾ ഒക്കെ തന്നെ ഒരു കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ ചുമട് താങ്ങി പോലെയുള്ള നിൽക്കുന്നത്. അതൊരു കാലഘട്ടത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെയും ജീവിതത്തിൻ്റെയും ഭാഗം തന്നെയാണ്. അവൻ്റെ തലച്ചുമടുമായിട്ട് അന്ന് യാത്ര ചെയ്യാൻ സൗകര്യങ്ങളോ ബസ്സുകളോ ഒന്നും ഇല്ലാത്ത സമയത്ത് തലച്ചുമടുമായിട്ട് മനുഷ്യൻ പോകുന്ന സമയത്ത് ഒരാളുടെയും സഹായമില്ലാതെ തലച്ചുമടുകൾ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള അതൊരു കാലഘട്ടത്തിലെ എന്താണ് സാമൂഹ്യ അല്ലെങ്കിൽ സാമ്പത്തിക ജീവിതവുമായിട്ട് കെട്ടുപിടുന്നതാണ്. ചെറിയ മാർക്കറ്റുകൾ, വായനശാലകൾ, ചെറിയ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ തന്നെ ഓരോ നാടിൻ്റെയും സംസ്കാരവുമായിട്ടൊക്കെ യോജിച്ചെടുക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇതൊന്നും തന്നെ മുഖ്യധാര ചരിത്രത്തിൽ ഇടം പിടിക്കാതെ പോകുന്നു. അപ്പോൾ അവിടെ സബാൾട്ടൻ സ്റ്റഡീസ് പോലെയുള്ളത് വരുന്നത് പോലെ, ലോക്കൽ ഹിസ്റ്ററി പോലെയുള്ളത് വരുന്നതോടുകൂടി ഇത്തരം സംഭവങ്ങൾ കൂടി ചരിത്രത്തിൽ പ്രാധാന്യം ലഭിക്കുന്നു. പിന്നെ മറ്റൊന്നാണ്, നമുക്കറിയാം, ജെൻഡർ ഹിസ്റ്ററി പോലെയുള്ളത്. ജെൻഡർ ഹിസ്റ്ററി വരുന്നതോടുകൂടി സമൂഹത്തിൽ ഒരുപക്ഷെ സ്ത്രീകളുടെ സ്ഥാനം ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടുകയാണ്. മറ്റൊന്ന് റേഷ്യൽ ഹിസ്റ്ററി. ഞാൻ വളരെ സ്പീഡിൽ പോകുന്നെങ്കിൽ ക്ഷമിക്കുക. റേഷ്യൽ ഹിസ്റ്ററി പോലെയുള്ളത്, വംശീയമായ പഠനങ്ങൾ വരുന്നു. അപ്പം ഇന്നലെ വരെ ഇവിടെ എല്ലാം സംഭവിക്കുന്നതാണ്. ഇന്നലെ വരെ മുഖ്യധാര ചരിത്രം മൗനം പാലിക്കുകയോ കുറ്റകരമായ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ അബോധപരമായിട്ട് അല്ലെങ്കിൽ കുറ്റകരമല്ലാത്ത സ്വാഭാവികമായിട്ട് വിട്ടുപോവുകയും ചെയ്ത ചില പ്രശ്നങ്ങൾ കൂടി ചരിത്രത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇത്തരമൊരു രീതിശാസ്ത്രത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, ചരിത്രം ഇന്ന് കേവലം ഒരു അക്കാദമിക് വിഷയത്തിനപ്പുറത്തേക്ക് കേവലം ഒരു
പഠന വിഷയത്തപ്പുറത്തേക്ക് ഉന്നതമായ മാനവിക മൂല്യങ്ങളും ഉന്നതമായ മനുഷ്യബന്ധങ്ങളും സൂക്ഷിക്കാൻ കഴിയുന്ന വളരെ വിശാലമായ ഹ്യൂമനിസ്റ്റ് അപ്രോച്ചസ് ഉള്ള ഒരു പഠന ശാഖയായിട്ട് വേണം നമുക്കതിനെ കാണാൻ. കാരണം ഇന്ന് ലോകം ഒരു ചെറിയ ഗ്രാമമായിട്ട് ചുരുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ലോകത്തെവിടെയുമുള്ള മനുഷ്യർ തമ്മിൽ സംവദിക്കുന്നതിനോ അവൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനോ കച്ചവട ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിനോ ഇപ്പം നമുക്കറിയാം ആമസോൺ പോലെയുള്ളതൊക്കെ തന്നെ ലോകത്തിൻ്റെ എവിടെ നിന്നുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്ന തരത്തിലാണ്. അപ്പം മനുഷ്യൻ്റെ ജീവിതം ഒരു ചെറിയ ഗ്രാമമായിട്ടോ ചെറിയൊരു സ്പേസ് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ചുരുങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ്. അവിടെ മാനവികതയ്ക്കും മനുഷ്യ സ്നേഹത്തിനും പ്രാധാന്യമുള്ള ഒരു ഇടം, ഒരു സാധ്യത തുറന്നിടുകയാണ് ചരിത്ര പഠനത്തിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. മനുഷ്യൻ ഒന്നാണെന്നും ലോകത്തെവിടെയുമുള്ള മനുഷ്യൻ്റെ, കാർമാർക്സിന്റെ തിയറി അനുസരിച്ച് പറയുന്നത് ലോകത്തെവിടെയുമുള്ള മനുഷ്യന്റെ ജീവിതാവസ്ഥ ഒന്നാണ്. അത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ആഭ്യന്തര വൈരുദ്ധ്യമാണ്. എവിടെയും ലോകത്ത് എവിടെയുമുള്ള മനുഷ്യന്റെ ജീവിതാനുഭവം ഒന്നാണെന്നും അത് തരണം ചെയ്യാൻ വേണ്ടി അവൻ നടത്തുന്ന ജീവിത സമരമാണ് ചരിത്രം എന്നുള്ള ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, ചരിത്രം പഠിക്കുന്നതിലൂടെ കേവലം ഒരു പഠന വിഷയം എന്നതിനപ്പുറത്തേക്ക് മാനവികമായ ഉന്നതമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വിശാലമായ അർത്ഥത്തിലാണ് ചരിത്രത്തെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ചരിത്രം പഠിക്കുന്നതിലൂടെ നമുക്ക് ഒട്ടേറെ സാധ്യതകൾ കൂടി നമ്മുടെ മുന്നിൽ തുറന്നിടപ്പെടുന്നുണ്ട്. അതിലൊന്ന് നമുക്കറിയാം, ഉന്നതമായ പല ഉദ്യോഗങ്ങൾക്കും ഇന്ന് ചരിത്രം ഒരു അവിഭാജ്യമായ വിഷയമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഉദാഹരണത്തിന് സിവിൽ സർവീസ് പരീക്ഷകളിൽ കൂടുതലും ആളുകൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു വിഷയമായി ചരിത്രം കാണപ്പെടുന്നുണ്ട്. മറ്റെല്ലാ ഉന്നതമായ മത്സര പരീക്ഷകളിലും ചരിത്രം ഒരു പ്രധാനപ്പെട്ട എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ ഭാവിയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കും അതേപോലെ തന്നെ ഉന്നതമായ ജോലി സംബന്ധമായ കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, മത്സര പരീക്ഷകൾക്ക് പോകുമ്പോൾ ചരിത്രം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പോകാനേ കഴിയില്ല. മത്സര പരീക്ഷകളുടെ നല്ലൊരു പങ്കും ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും. അപ്പം ഞാൻ അതിൻ്റെ ഒരു സാധ്യതകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ചരിത്രം പഠിക്കുന്നതിലൂടെ ഒരു നല്ല മനുഷ്യനായി തീരാൻ കഴിയും എന്നുള്ളത് ഒരു ഭാഗത്ത്, നല്ല മാനവികതാബോധം ഉണ്ടാകും എന്നുള്ളത് ഒരു ഭാഗത്ത്, ഒപ്പം ഒരു കരിയർ എന്നുള്ള നിലയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഉന്നതമായ ഉദ്യോഗങ്ങളിലേക്ക് എത്തപ്പെടാൻ ചരിത്രം ഒരു ചവിട്ടുപടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മത്സര പരീക്ഷകളിൽ ഞാൻ സൂചിപ്പിച്ചു, മേജർ ഷെയറും ഇന്ന് ചോദ്യങ്ങൾ വരുന്നൊരു ഏരിയ ആയിട്ട് മാറുന്നുണ്ട്. വിവിധ മേഖലകളിൽ ഇപ്പോൾ അധ്യാപകർ മാത്രമല്ല, സമൂഹത്തിലെ എല്ലാ മേഖലകളിലേക്കും ഉള്ള വാതായനം തുറന്നിടാൻ ചരിത്രം ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൂടി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ചരിത്ര സംബന്ധമായ പഠനങ്ങൾക്ക് കൂടുതൽ സയൻറ്റിഫിക്കായിട്ട്, കൂടുതൽ യുക്തിപരമായി നമ്മൾ പഠിക്കുമ്പോൾ യുക്തിപരമായി തൂസൈഡ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, എവിടെ സംഭവിക്കുന്നു, എപ്പോൾ സംഭവിക്കുന്നു എന്നുള്ള അനിവാര്യമായ ചോദ്യം ഉയർത്തിക്കൊണ്ട് ചരിത്രത്തെ സമീപിക്കുകയാണെങ്കിൽ കുറെ കൂടി ഉയർന്ന തലത്തിൽ ചിന്തിക്കാനും
ഉയർന്ന തലത്തിൽ ഒരു മാനവിക ബോധം ഉയർത്തിയെടുക്കാനും വളർത്തിയെടുക്കാനും അതുവഴി ഉന്നതമായ മനുഷ്യൻ എന്ന ആ വാക്ക് ഞാൻ ആവർത്തിക്കുന്നു, മനുഷ്യൻ എന്ന ഒരു സംഖ്യയിലേക്ക്, ഒരു അർത്ഥതലത്തിലേക്ക് മാറ്റിത്തീരുവാൻ നമുക്ക് കഴിയും എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഇത്രയും നേരം ഈ എൻ്റെ വാക്കുകൾ കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം.